എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് കുംഭക്കൂറിനെ കുറിച്ചാണ് പ്രവചിക്കുന്നത്. 1200 ആണ്ട് ധനുമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് വിവരിക്കുന്നത്. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന അരഭാഗവും ചതയം നക്ഷത്രവും പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് കുംഭക്കൂർ. ഇവിടെ ആദിത്യബുധ യോഗവും ശുക്ര ശനീശ്വര യോഗവും കുറേ മോശാവസ്ഥകളെ നിർവീര്യമാക്കുന്നു. ആയതിനാൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നു. സൂര്യൻ 11ാം രാശിയിൽ സഞ്ചരിക്കുന്ന, അതായത് ധനുരാശിയിൽ, ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനക്കയറ്റം ലഭിക്കാം. ഐശ്വര്യവും സർവ്വസമ്പത്തും ലഭിക്കാം. രോഗമുള്ളവർക്ക് രോഗശമനം വരാം. ദാനാദി കർമ്മങ്ങളും പൂജകളും ഫലിച്ചേക്കാം. സൂര്യന് ധനുരാശി ബന്ധുക്ഷേത്രമാകിയാൽ ഗുണഫലങ്ങൾ തീർച്ചയായും ലഭിക്കും. കുജൻ, അതായത് ചൊവ്വ 6ാം രാശിയിൽ, അതായത് കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു. വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വാങ്ങാനും സ്ഥലം വാങ്ങാനും ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലം വാങ്ങാനും വാടക വീട് അന്വേഷിക്കുന്നവർക്ക് വാടക വീട് ലഭ്യമാകാനും എല്ലാം സാധ്യത കാണുന്നു. പക്ഷേ ശത്രുക്കൾ ദോഷം ചെയ്യുന്നത് തൽക്കാലം നിർത്തിവെക്കാം. പക്ഷേ ഇവിടെ ഇതെല്ലാം ലഭ്യമാകുന്നതിന് ചൊവ്വയുടെ സ്ഥിതി വളരെ മോശമാണ്. ആയതിനാൽ ഷൺമുഖ ഭഗവാനെ ശരണം പ്രാപിച്ച തടസ്സങ്ങളൊക്കെ മാറ്റിക്കിട്ടിയാൽ ഈ വീട് വാങ്ങാനും വസ്തു വാങ്ങാനും വാടക വീട് ലഭിക്കാനും ശത്രുശല്യം കുറയാൻ എല്ലാം സാധിക്കും. ചൊവ്വയുടെ ശരണം പ്രാപിക്കുക. ബുധൻ 10ാമത്, അതായത് വൃക്ഷത്തിൽ സഞ്ചരിക്കുന്നു. ശത്രുക്കൾ അടങ്ങിയിരിക്കുന്നു. പല വഴിക്കും ധനലാഭം വരാം. ഭാര്യ ഭർത്താവ് ദൂരെ നിന്നും, രണ്ടുപേരും ദൂര സ്ഥലത്താണെങ്കിൽ രണ്ടുപേരും ലീവിനായിട്ട് വീട്ടിൽ വരാം. ഒരുമിച്ച് കണ്ടുമുട്ടാൻ സാധിക്കും. കളത്ത സുഖം ലഭിക്കാം. ബുധന് വൃശ്ചികം സമക്ഷേത്രമാകയാൽ ഗുണഫലങ്ങളേറെ ലഭിക്കുന്നു. ബുധൻ 4/1/2025 ധനുരാശിയിലേക്ക് മാറുന്നു, അതായത് 11ാം രാശിയിലേക്ക് മാറുകയാണ്. എവിടെയും സംസാരിച്ച് കാര്യം നടത്തുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു. പല വഴിക്കും ധനം ലഭിക്കാം. ഏതു കാര്യത്തിനും ഇറങ്ങിത്തിരിച്ചാലും കാര്യസാധ്യം നടക്കാം. മനസന്തോഷവും ഭാര്യാഭർത്തൃസുഖവും ലഭിക്കാം. പുത്ര സുഖവും ലഭിക്കാം. അകന്നു നിന്ന പല ബന്ധുക്കളും അടുക്കുകയും പല സഹായങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്നു. ആദിത്യബുധ യോഗം വളരെ ഗുണഫലങ്ങൾ ലഭിക്കുന്നു. ഗുരു 4ാമത്തെ രാശി, അതായത് ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നു. ഒരു രീതിയിലും സുഖം കിട്ടാത്തൊരവസ്ഥ വരാം. ബന്ധുക്കൾക്ക് ചിലർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാകാം. മനസ്സമാധാനം കുറയാം. നമ്മുടെ മനസ്സമാധാനം വളരെയധികം കുറയാം. ഈ സമയം ചെറിയ രീതിയിൽ ഒരു വിനോദയാത്ര പോകുന്നത് നല്ലതാണ്. അതായത് കുറച്ച് ദൂരം പോയാലും മതി. മനസ്സിനെ കുളിർപ്പിക്കാനായിട്ട് അത് വളരെ ഗുണം ചെയ്യും. മനസ്സിൻ്റെ അസ്വസ്ഥത മാറിക്കിട്ടും. കാരണം ഗുരു ഇടവൻ രാശിയിലാണ്, ശത്രുക്ഷേത്രത്തിലാണ്, ഒരു പാപഗ്രഹമായി മാറുന്നതിനാൽ ഗുരുവിൽ നിന്നൊരു പ്രതീക്ഷയും നമ്മൾ വച്ച് പുലർത്തേണ്ട. ശുക്രൻ 12ാം രാശിയായ മകരരാശിയിലാണ് സഞ്ചരിക്കുന്നത്. പല രീതിയിലും ധനലാഭം പ്രതീക്ഷിക്കാം. സ്വർണം മുതലായവ ലഭിച്ചേക്കാം. ശുക്രന് മകരം രാശി മിത്രക്ഷേത്രമാകയാൽ എല്ലാ ഗുണങ്ങളും ലഭിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും അവരുടെ പരിശ്രമങ്ങൾക്ക് തക്കതായ പുരോഗതിയും അംഗീകാരവും ലഭിക്കും. പരീക്ഷകളിൽ വിദ്യാർത്ഥികൾ വിജയിക്കും. ആകെ ഒരു ശുഭാപ്തി വിശ്വാസം നമ്മുടെ മനസ്സിൽ ബലം ഏകുകയും ചെയ്യും. ശുക്രൻ 28/12/2024 കുംഭൻ രാശിയിലേക്ക് മാറുന്നു. ശുക്രശനീശ്വര യോഗം നടക്കുന്നു. വളരെ ഗുണങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കുന്നു. നല്ല ഗുണമേന്മയും രുചികരവുമായ ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ സാധിക്കുന്നു. ദാമ്പത്യ സൗഖ്യം ലഭിക്കുന്നു. സുഗന്ധ വസ്തുക്കൾ നമുക്ക് ലഭിക്കുന്നു. വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ലഭിച്ച് സ്വർണം വെള്ളി മുതലായ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ലഭിച്ചേക്കാം. വിവാഹ നിശ്ചയമോ നമുക്ക് നടക്കാൻ സാധ്യതയുണ്ട്. ധനലാഭവും പ്രതീക്ഷിക്കാം. ശനീശ്വരൻ ജന്മരാശിയിലാണ് സഞ്ചരിക്കുന്നത്. 7.5 ശനിക്കാലമാണ്. ഇത് വളരെ മോശപ്പെട്ടൊരവസ്ഥയാണ്. ഇവിടെ രാഹുവും കേതുവും ശനിയും ചില സൂചനകൾ നൽകുന്നു. അത് ശ്രദ്ധിച്ച് കേൾക്കുക. വിഷഭയം വരാം. വിഷമുള്ള ജന്തുക്കളിൽ നിന്നോ അലർജിയുള്ള വസ്തുക്കളിൽ നിന്നോ സർപ്പം മുതലായ ഇഴജന്തുക്കളിൽ നിന്നോ നായയിൽ നിന്നോ ഏത് രീതിയിലായിരുന്നാലും വിഷം രക്തത്തിൽ കലരാനുള്ള സാധ്യത കാണുന്നു. അതുമൂലം ആപത്തുകൾ സംഭവിക്കാനും സാധ്യത കാണുന്നു. രാഹുവും കേതുവും അതാണ് സൂചിപ്പിക്കുന്നത്. രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വെളിച്ചം കരുതുക. അഗ്നിബാധയ്ക്കും സാധ്യത കാണുന്നു. തീ പിടിക്കുന്നതിന് സാധ്യത കാണുന്നു. ബന്ധുക്കൾക്ക് നിങ്ങളോട് വൈരാഗ്യം വരാം. വേറെ ദേശത്തേക്ക് യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. ധനനഷ്ടം കാണുന്നു. ഇവിടെ ശനീശ്വര യോഗം നടക്കുന്നതിനാൽ ആപത്തിൻ്റെ കാഠിന്യം കുറയുന്നു. എങ്കിലും വളരെ ശ്രദ്ധിക്കുക.
രാഹു 2ാം രാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു. ധനനാശം, ആരോഗ്യക്കുറവ്, രോഗങ്ങൾ ഇവ വരുവാൻ സാധ്യത കാണുന്നു. കേതു 8ാം രാശിയായ കന്നി രാശിയിൽ സഞ്ചരിക്കുന്നു. പുണ്ണ് വരുവാൻ സാധ്യത കാണുന്നു. കാരണം വിഷജന്തുക്കൾ എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ പുണ്ണ് ഉണങ്ങി അത് ഭേദമാകാൻ ഒരുപാട് താമസം വരും. ശ്രദ്ധിക്കുക. രക്തസംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യത കാണുന്നു. മാനഹാനി വരുവാനും സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധിക്കുക. ഇവിടെ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത് നന്മയും തിന്മയും തിരിച്ചറിയുക എന്നതാണ്. അതാത് കാലത്തെ നന്മകളും തിന്മകളും അതാത് മോശാവസ്ഥകളെയും ഗുണാവസ്ഥകളെയും മുൻകൂട്ടി നമ്മെ അറിയിക്കുന്നു. ഇതാണ് ഉദ്ദേശിക്കുന്നത്. മോശാവസ്ഥയെ എങ്ങനെ ശ്രദ്ധിച്ച് തരണം ചെയ്യേണ്ടതെന്ന് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നു. ഇവിടെ ചൊവ്വയും ഗുരുവും ശനീശ്വരനും രാഹുവും കേതുവും മോശഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എന്തൊക്കെ മോശഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നേക്കാം, പൂർണ്ണമായി നടക്കുമെന്നല്ല, നടന്നേക്കാം, അതിന് നമ്മൾ മുൻകരുതലുകൾ എടുക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ സൂര്യനും ബുധനും ശുക്രനും ഗുണഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ധാരാളം ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക ആ രംഗങ്ങളിലെ അല്ലാതെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ശുക്ര ശനീശ്വര ആദിത്യ യോഗങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഈ ആദിത്യ ബുധ യോഗവും ശുക്ര ശനീശ്വര യോഗവും നമ്മുടെ ജീവിതത്തിലുള്ള മോശഫലങ്ങളെ ഒരു പരിധി വരെ നിർവീര്യമാക്കുന്നു. ആയതിനാൽ ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കുന്നു. എന്നാലും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് സൂക്ഷിക്കുക തന്നെ ചെയ്യുക. എന്നിരുന്നാൽ മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കൂ. ഇവിടെ സൂചിപ്പിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യമായ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങളുടെ ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ രത്നധാരണപരമായതോ രുദ്രാക്ഷധാരണപരമായതോ ഉള്ള സംശയങ്ങൾക്ക് ആ സംശയം മാറുന്നതിന് എന്നെ വിളിക്കുക, ഫോണിൽ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.